ഗൈസ്, അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുണി മടക്കലാണ്. ഗ്രൈൻഡറിൽ അരി അരഞ്ഞ് കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ നമ്മൾ ഇന്നലെ കഴുകിയിട്ട തുണികളാണ് കേട്ടോ. ഒക്കെ രാവിലെ ഉണ്ടല്ലോ ഒരു സമയം ഇങ്ങനെ കുത്തിയിരിക്കാൻ കിട്ടാറില്ല. ഇതിപ്പോൾ ഇന്ന് കുറച്ച് കൂടുതൽ ജോലിയാണ്. ഈ തുണി മടക്കലൊക്കെ ഡെയിലി കാണത്തില്ല കേട്ടോ. അപ്പോൾ പക്ഷെ ഉള്ളപ്പോൾ ഈ ജോലികളും നമ്മൾ മാനേജ് ചെയ്ത് പോയിട്ടാണ് ഒരു കട നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നത്. ഇറ്റ്സ് നോട്ട് സോ ഈസി. ഒരുപാട് പേര് പറയും, അയ്യോ ഇവക്കെന്ത് ജോലി, ഇവക്ക് തലയും കുത്തി അവിടെ ഇരുന്നാൽ പോരെയെന്ന്. ഒരിക്കലും ഇല്ല കേട്ടോ. നമ്മൾ നല്ല കഷ്ടപ്പെട്ടിട്ട് ജോലിയും കൂലി ഇല്ലാതിരിക്കുന്ന വൃത്തിയാണെന്നാണ് പറയുന്നത്. ഒരിക്കലും ഇല്ല. നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത്. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാളാണ്. ഈ വീട് ജോലികളും ഇതൊന്നും ഞാൻ മുടക്കമിടാറില്ല. എത്രയൊക്കെ എനിക്ക് തിരക്കുണ്ടെങ്കിലും എൻ്റെ ജോലികൾ ഞാൻ കംപ്ലീറ്റ്ലി തീർത്തിട്ടാണ് കിടക്കാറുള്ളത്. അതെൻ്റെ ഒരു ശീലമാണ്. പിന്നെ തുണികൾ ഇന്നലെ വൈകിട്ട് ഉണങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത്. ഇന്നലെ 1 മണിക്കല്ലേ നമ്മൾ കൊണ്ടുപോയി വിരിച്ചത്, 1-1:30 കഴിഞ്ഞു. അത് വെയിൽ കുറഞ്ഞു, പിന്നെ നന്നായിട്ട് ഉണങ്ങിയില്ല, ഞാൻ എടുത്തില്ല. പിന്നെ ഇന്നിപ്പോൾ രാവിലെ ഒരു വെയിലടിച്ചപ്പോൾ തന്നെ നല്ല ഭംഗിയായി. സോ നമ്മളിനി എല്ലാം മടക്കി പറക്കി ബീറോയിലോട്ട് കയറ്റി കഴിഞ്ഞാൽ ഈ ഒരു പണി നമുക്ക് കഴിഞ്ഞ് കിട്ടി. അപ്പോൾ തുണികൾ, ഈ തുണി മടക്കുന്നതേ ഒരു ടാസ്ക്കാണ്. എന്താണെന്നറിയോ, പുറത്തൊന്നും കാണാതെ വൃത്തിമേനയോടെ മടക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി പണിയുള്ള പരിപാടിയാണ്. ഇച്ചിരി പണിയുള്ള പരിപാടിയാണ്. ഇതുപോലെ നല്ല രീതിക്ക് മടക്കി എടുക്കണമെങ്കിലേ ഇച്ചിരി പണിയുള്ള പരിപാടിയാണ്. സോ ഞാനപ്പോൾ ഇനി എൻ്റെ തുണികൾ പെട്ടെന്നൊന്ന് മടക്കിക്കോട്ടെ. കുറേ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് മുഴുവനും കാണിക്കാൻ പറ്റത്തില്ല. സോ ഗൈസ്, അപ്പോൾ നമ്മൾ അതിനിടയിൽ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൈൻഡറിൽ അരിയൊക്കെ അരഞ്ഞ് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനെല്ലാം കഴുകി വൃത്തിയാക്കി അരിയൊക്കെ വാരിയിട്ട് എല്ലാം കുഴച്ചൊക്കെ വെച്ചു, മാവൊക്കെ കുഴച്ച് വെച്ചു. നമ്മളിപ്പോൾ ഗ്രൈൻഡർ തുടയ്ക്കുന്ന ലാസ്റ്റ് പരിപാടിയാണ്. അപ്പോൾ ഇത് തുടച്ചിട്ട് ഇവിടെ നിന്ന് വേണം ഞാൻ നമ്മുടെ ഗ്രൈൻഡറിൻ്റെ കല്ല് ഇവിടെ വാഷിങ്ങിൽ കൊണ്ടുവന്ന് കഴുകി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഞാനിത് എടുത്തുകൊണ്ട് വന്ന് ഇതാ ഇവിടെ തൂക്കി വയ്ക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ കല്ല് ഡെയിലി കുറഞ്ഞത് 2 തവണ തൂക്കിയൊക്കെ എടുക്കുമ്പോൾ ഈ പാവം സനു ഉണങ്ങി പോകത്തില്ലേടി ഗൈസ്. അപ്പോൾ നമ്മുടെ തുണി മടക്കൽ മുഴുവനും കഴിഞ്ഞിട്ടുണ്ട്. ഇതെനിക്ക് ഇന്നിടാനുള്ള പാൻസാണ്. നമുക്ക് വേഗം തന്നെ നമ്മുടെ ഹാങ്ങറൊക്കെ എടുത്ത് ഇടേണ്ടുന്ന സ്ഥലത്തിടാം. ഓക്കെ, അതതിൻ്റെ ഇടയിൽ തലയും കുത്തി തറയിലോട്ട് വീണു. എവിടെ ഒരെണ്ണം പോയല്ലോ. ഈശ്വര, തലയിടിച്ചു എത്തി. എന്നാലും നൊന്തില്ല, അതിന് കുഴപ്പമില്ല. ഹാങ്ങർ ഇട്ടു. ഇനി നമുക്ക് ഇവരെല്ലാവരും എന്ത് ചെയ്യണമെന്നറിയോ, ഇവരെല്ലാവരെയും കൂടി എടുത്തിട്ട് നമുക്ക് ബീറോയിലോട്ട് വയ്ക്കാം. സോ ഞാൻ സർവത്ര തുണികളും ബീറോയിൽ അടുക്കിയിട്ടുണ്ട്. മടക്കി വെച്ച സകല തുണികളും അടുക്കി കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പായ ഇവിടെ ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്, നമുക്കെടുത്ത് മടക്കി വയ്ക്കാം. ഞാൻ ബീറോ അതിനിടയിൽ അടച്ചില്ല, വിയർത്തു. രാവിലെ പണി കുറേ ആയി, വിയർത്തു കേട്ടോ. പായ മടക്കി വെച്ച് കഴിഞ്ഞു. എൻ്റെ അമ്മീ മാതാവേ വയ്യ. ഇനി നമുക്ക് ഇവിടെ ബീറോ ഒന്ന് അടച്ചിട്ടിട്ട് ഞാൻ ഒരിച്ചിരി വെള്ളം വെച്ചിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. കാരണം ഇനി എനിക്ക് പോകേണ്ടത് എങ്ങോട്ടാണെന്നറിയോ, മാർക്കറ്റിലോട്ടാണ്. ഞാനൊരു 5 മിനിറ്റ് ഒന്ന് ഇരുന്നിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അതുവരെ വെയിറ്റേ.